എല്ലാവർക്കും ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ക്യാരറ്റ് ഹൽവയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു വളരെ ഹെൽത്തി ആയ ഒരു ഫുഡാണിത്. ഞാൻ അതിനായിട്ടിപ്പോൾ ഒരു 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഈ ഒരു ബൗളിൽ നിറയെ കാണും, ചെറിയൊരു ബൗളാണ്. ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. പിന്നീട് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് മധുരം അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. 3 പീസ് ഏലക്ക വേണം. ഏലക്ക ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയോടൊപ്പം ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. കുറച്ച് കാഷ്നട്ട് പൊടിച്ചെടുത്തത്, പിന്നെ കിസ്മിസ് ഉണ്ട് കുറച്ച്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടിയൊക്കെ യൂസ് ചെയ്യാം. അപ്പം അതിനായി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നെയ്യൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വഴറ്റി കൊടുക്കേണ്ടത്. ഇനി ഈ ക്യാരറ്റിലെ വെള്ളം കൊണ്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഇതിരുന്ന് കുക്കാവണം. ഇനി ഞാൻ എടുത്തു വെച്ചിരുന്ന 3 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിൽ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ പഞ്ചസാരയും 3 ഏലക്കായും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കായൊക്കെ ആ ഒരു ഫ്ലേവർ കിട്ടുമ്പോഴാണ് നമുക്ക് നല്ല മണവും ആ ഒരു ടേസ്റ്റും നമുക്ക് ഇതിൽ നിന്നും കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് പാലില്ലേ, അത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നെയ്യുടെയൊക്കെ ഒരു മഞ്ഞ കളറാണ് ഇതിൽ കാണുന്നത്. വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള, വേറെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് വേണ്ട. ഞാൻ പറഞ്ഞ ഈ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ക്യാരറ്റ് എന്ന് പറയുന്നതേ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. എല്ലാവരും ഇത് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഈ പാലൊന്ന് വറ്റിയൊന്ന് വരണം. പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സൈഡിലൊക്കെ ഇരിക്കുന്നതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കാഷ്നട്ടും അല്പം കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് വറ്റിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുക്കായിട്ട് വന്നപ്പോഴത്തേക്ക് വളരെ കുറച്ചേ ഉള്ളൂ. ഞാനിപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എടുത്തത്, അതുകൊണ്ട് ഞാൻ ചെറിയ 2 ക്യാരറ്റാണ് എടുത്തത്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിൽ ഇത് സെർവ് ചെയ്തിട്ടുണ്ട്.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു റെസിപ്പിയുമായി കാണുന്നിടം വരെ താങ്ക് യു.